ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തിൻ നിർവചനങ്ങൾ പറഞ്ഞു വന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ദൈവത്തെയും ദൈവിക വെളിപാടുകളെയും ദൈവിക സംവിധാനങ്ങളെയും അടുത്തതായി ദൈവാനുഗ്രഹങ്ങളെയും നിഷേധിക്കുന്നതാണ് പാപം. പാപത്തിൻ്റെ ഒന്നാം മേഖല അതാണ്. ദൈവാനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ ദുരുപയോഗിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നു, നശിപ്പിക്കുന്നു. നമുക്ക് ദൈവം തന്ന കഴിവുകൾ, ടാലൻസ്, അതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, നമ്മുടെ കുടുംബ പശ്ചാത്തലം, വിശ്വാസത്തിൽ വളരാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന സഭാത്മകമായ അന്തരീക്ഷം, വചനം കേൾക്കാനും ധ്യാനിക്കാനും നവീകരിക്കപ്പെടാനുമുള്ള ധ്യാന കേന്ദ്രങ്ങളിലൂടെ കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങൾ, അതുപോലെ സാമൂഹികമായ നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യവും അവസരങ്ങളും സൗകര്യങ്ങളുള്ള ഒരു അന്തരീക്ഷം. നമ്മളൊരു കാര്യം ഓർക്കണം, മധ്യപൂർവേഷ്യയിൽ അല്ലെങ്കിൽ മധ്യപൂർവ്വ ദേശങ്ങളിൽ, അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും അതുപോലെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന അവിടെയുള്ള കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനുള്ള സൗകര്യമില്ല. എല്ലാ ദിവസവും എപ്പോഴും ബോംബ് ഭീഷണിയും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും, അവരുടെ മുമ്പിൽ കിടന്ന് അനേകം പേര് പിടഞ്ഞു മരിക്കുന്നു, ചെതറി പോകുന്ന ശരീരം, ഇതൊക്കെ കണ്ട് ജീവിക്കുന്ന അനേകം പേരെക്കുറിച്ചും ചിന്തിച്ചു നോക്കണം. നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? സൗകര്യങ്ങളും അവസരങ്ങളും എത്രയാണ്? പഠിക്കാനുള്ള അവസരങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സുസ്ഥിതി, അങ്ങനെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊന്ന് നമ്മുടെ ടാലൻസ് എന്ന് പറയുന്നവയാണ്, നമ്മുടെ കഴിവുകൾ. ചില വ്യക്തികൾക്ക് ബുദ്ധിശക്തിയുണ്ട്, അവരുടെ ബുദ്ധി വളരെയേറെ വളർന്നതുമാണ്. അത് ദൈവം തന്നതാണ്, അവരുടെ കഴിവ് ദൈവം തന്നതാണെന്ന് അവർ ചിലപ്പോൾ മറന്നു പോവുകയാണ്. 1 കൊരിന്തോസ് 4:7 പൗലോസ് ശ്ലീഹ വഴി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദാനമായിട്ട് കിട്ടിയതല്ലാതെ സ്വന്തമായിട്ട് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? എൻ്റെ കഴിവുകളും എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും, എൻ്റെ കുടുംബവും എൻ്റെ സഭാ കൂട്ടായ്മയും ഞാൻ ജീവിക്കുന്ന പശ്ചാത്തലം എല്ലാം ദൈവം ദാനമായി നൽകിയ അനുഗ്രഹങ്ങളാണെന്നുള്ള ചിന്ത വരുമ്പോൾ അവയെ ദുരുപയോഗിക്കാൻ, അവയെ നശിപ്പിക്കുന്ന ഒരു നടപടി എടുക്കാൻ ഒരിക്കലും നമുക്കിടയാവില്ല. നമുക്ക് കിട്ടുന്ന സൗന്ദര്യം, നമ്മുടെ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തിൻ്റെ ആകാര വടിവിൽ അഹങ്കരിക്കുന്നവർ, ശരീര സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവർ, തൊലി നിറത്തിൽ അഹങ്കരിക്കുന്നവർ, മറ്റുള്ളവരുടെ സൗന്ദര്യമില്ലായ്മയെ കുറ്റപ്പെടുത്തുന്നവർ, അവരെല്ലാം ദൈവാനുഗ്രഹങ്ങളായി കാണാത്തവരും സ്വീകരിക്കാത്തവരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കലൊരു യുവതി എന്നോട് ഒരു വാചകം പറഞ്ഞു, എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു, മനസ്സിനെ വേദനിപ്പിച്ചു. അച്ഛാ, എൻ്റെ കൂടെ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ആ പെൺകുട്ടിക്ക് എൻ്റെ കൂടെ മുറി കൊടുക്കണ്ട, മുറി ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ച് വേണ്ട, വേറെ ആരെയെങ്കിലും ഞാൻ കണ്ടെത്തിക്കൊള്ളാം. ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവൾ ഒരു കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ടു വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒരുമിച്ച് മുറിയാണോ വേണ്ടത്? 2 പേരും പറഞ്ഞു മതി. അപ്പോൾ ഇറങ്ങിപ്പോകാൻ നേരത്തെ ഞാൻ ആ കൂടെ വന്ന പെൺകുട്ടി എന്തുകൊണ്ട് ഇവൾ വേണ്ട എന്ന് പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്ന അവളുടെ ഈ സൗന്ദര്യമില്ലാത്ത വികൃതമായ രൂപമാണ്, അത് എൻ്റെ മൂഡ് കളയുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? പല്ല് പൊങ്ങിയ, കറുത്ത നിറമുള്ള, മുഖം ഒരു പ്രത്യേക രീതിയിൽ ഷേപ്പുള്ള, അധികം മുടിയില്ലാത്ത, രൂപഭംഗിയില്ലാത്ത ഒരു യുവതിയാണ് കൂടെ വന്നത്. ഞാനവിടെ കണ്ടിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരാളുടെ രൂപഭംഗി അല്ലെങ്കിൽ രൂപത്തിൻ്റെ ആ അവസ്ഥ, അത് അയാളുടെ കുറ്റമാണോ? അയാളുണ്ടാക്കിയതാണോ? അയാൾക്ക് കുടുംബത്തിലൂടെ മാതാപിതാക്കൾ കിട്ടിയ ഒരു ശരീരം, അതിൻ്റെ രൂപഭംഗിയാണോ പ്രധാനപ്പെട്ടത്, അതെയോ ആന്തരികമായ ഭംഗിയാണോ പ്രധാനപ്പെട്ടത്? ബാഹ്യ സൗന്ദര്യത്തിന് വില കൊടുത്ത് ആന്തരിക സൗന്ദര്യത്തെ കാണാതിരിക്കുന്ന ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, നീ കൂട്ടുകാരിയെ നിൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്നത് അപകടമാണ്. കാരണം നീ ഇപ്പോൾ ഇവളെ തിരഞ്ഞെടുത്തത്, അവളെ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞു, അവളുടെ സൗന്ദര്യവും അവളുടെ സാമ്പത്തിക സുസ്ഥിതിയും കണ്ടല്ലേ? അവൾ പറഞ്ഞു, അതെ, എനിക്ക് സാമ്പത്തിക സ്ഥിതിയുള്ള സൗന്ദര്യമുള്ളവരുമായിട്ട് കമ്പനി കൂടാനാണ് ഇഷ്ടം. എൻ്റെ ഒപ്പം സൗന്ദര്യമുള്ളവർ, അല്ലെ എന്നേക്കാൾ സൗന്ദര്യമുള്ളവരുമായിട്ട് കമ്പനി കൊണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അവളോട് പറഞ്ഞു, മോളെ,
നിൻ്റെ പാപകരമായ അവസ്ഥ നീ ധ്യാനം കൂടിയിട്ട് ഫലമുണ്ടോ? നമ്മുടെ ഈ ശരീരത്തിൻ്റെ സൗന്ദര്യവും ശരീരത്തിൻ്റെ ആകാര വടുവും ഒക്കെ ദൈവം ദാനമായി നൽകിയതാണെന്ന് ചിന്തിച്ചാൽ അതിനെ പ്രതി അഹങ്കരിക്കില്ല, അതിനെ പ്രതി ദൈവത്തിന് സ്തുതിക്കാം. അതില്ലാത്ത ഒരാളോട് നമുക്കൊരിക്കലും ഒരു മോശമായ വികാരം ഉണ്ടാവില്ല, അവരെ കുറ്റപ്പെടുത്തില്ല, അവരെ താഴ്ത്തിക്കെട്ടില്ല. നമ്മുടെ കഴിവുകൾ, പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, അത് ദൈവാനുഗ്രഹങ്ങളാണ്. അതിനെ ദൈവമഹത്വത്തിനായിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം. മറ്റൊരാളുടെ വീഴ്ചയ്ക്കോ പരാജയത്തിനോ നാശത്തിനോ കാരണമാകത്തക്ക വിധം നമ്മുടെ ഒരു കഴിവിനെയും നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ദൈവിക വെളിപാടുകളെയും ദൈവിക സംവിധാനങ്ങളെയും ദൈവാനുഗ്രഹങ്ങളെ നിഷേധിച്ചിട്ട് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന യോഹന്നാൻ 10:10, നുണയനും നുണയുടെ പിതാവും കൊലപാതകയുമായ സാത്താൻ, യോഹന്നാൻ 8:44, അവനെയും അവൻ്റെ പ്രബോധനങ്ങളെയും അവൻ്റെ സമ്മാനങ്ങളെയും അവൻ്റെ സംവിധാനങ്ങളെ സ്വീകരിക്കുന്നതാണ് പാപം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു കാര്യം പെട്ടെന്ന് ഓർക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഞാനൊരു ജോലിക്കാരിയായ സ്ത്രീയുമായി വിവാഹാലോചന വന്നപ്പോൾ അത് ഫിക്സ് ചെയ്തു. പക്ഷേ അവൾ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നോട് കുറേ സംസാരിക്കാനുണ്ട്. സംസാരിച്ച് വന്നപ്പോൾ അവൾ പൂർണ്ണമായ ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുന്നൊരു യുവതിയാണ്. പക്ഷെ ഇവനാകട്ടെ പൂർണ്ണമായ വിശ്വാസം നഷ്ടപ്പെട്ട് പള്ളി പോക്കില്ലാത്ത, വചനം വായിക്കാത്ത, കൂദാശ സ്വീകരിക്കാത്ത ഒരാളാണ്. അവൾ പറഞ്ഞു, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അപ്പോൾ ഇവൻ വല്ലാതെ മനസ്സിടിച്ചു. കാരണം അവളിൽ അത്രമാത്രം അവൻ ആകർഷിക്കപ്പെടുകയും അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആ വീട്ടുകാരെ അച്ഛന് പരിചയമുണ്ട്, ആ പെണ്ണിൻ്റെ മാതാപിതാക്കളോട് സംസാരിച്ച് എങ്ങനെ ഈ കല്യാണം നടത്തി തരണം. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല. ദൈവവിശ്വാസമില്ലാത്ത, വചനത്തിൽ വിശ്വാസമില്ലാത്ത, കൂദാശ ജീവിതമില്ലാത്ത നീ വിവാഹ കൂദാശ എങ്ങനെ സ്വീകരിക്കും? ദൈവവിശ്വമില്ലാത്ത നിനക്ക് ഈ വിശ്വാസിയായ ഒരു ജീവിത പങ്കാളി കിട്ടിയാൽ അവരുടെ വിശ്വാസ ജീവിതത്തെ നീ എന്നും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്ക് അതിൻ്റെ കുറവുണ്ടാവില്ലേ? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടത്? അപ്പോൾ ഇവൻ പഠിച്ച സ്ഥലത്ത് ഇവനെ വഴിപഴപ്പിക്കുന്ന കൂട്ടുകെട്ടുണ്ടായിരുന്നു. അവർ കുറേ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തു. ദൈവം ഇല്ല എന്ന് വെളിപ്പെടുത്തുന്ന ദൈവനിഷേധികളുടെ, നിരീശ്വരവാദികളുടെ പുസ്തകങ്ങൾ വായിച്ച് ദൈവിക പ്രബോധനങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമായ വചനവായന നിർത്തി സഭയിലൂടെ കിട്ടുന്ന ദൈവിക വെളിപാടുകളൊന്നും സ്വീകരിക്കാതെയായി. അങ്ങനെ പിശാചിൻ്റെ ദാസരിലൂടെ അവതരിപ്പിക്കപ്പെട്ട പിശാചിൻ്റെ ദുർവിശേഷത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് ആ പ്രത്യയശാസ്ത്രങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവരെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, എല്ലാം നേരെ തിരിച്ചിനി പുനഃസ്ഥാപിച്ചെടുക്കണം, തിരിച്ച് ദൈവത്തെങ്കിലേക്ക് വരണം. അങ്ങനെ ദൈവത്തെങ്കിലേക്ക് വന്നിട്ട് ഈ നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിച്ചെടുക്കാതെ നിനക്കൊരു കുടുംബജീവിതം പറ്റില്ല. അവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച യുവതിയോട് ഞാൻ സംസാരിച്ചും പറഞ്ഞു, അവൻ മാനസാന്തരപ്പെട്ട് ഒരു ദൈവ പൈതലായി മാറിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, അച്ഛന് ബോധ്യപ്പെട്ടാൽ ഞാൻ അവനെ കെട്ടിക്കോളാം. എനിക്ക് വേറൊരു കാര്യത്തിലും അയാളും എതിർപ്പില്ല. വിശ്വാസ ജീവിതമില്ല, ദൈവമില്ലാത്തവർക്ക് ധാർമ്മികത അല്ലെങ്കിൽ അവരുടെ ആത്മീയത അതെല്ലാം തകർന്നു കിടക്കുകയല്ലേ. അതുകൊണ്ട് അച്ഛാന്ന് പറഞ്ഞു. ഇവന് ഞാൻ വാക്ക് കൊടുത്തു, നീ അതിൽ മാനസാന്തരപ്പെടുക. അങ്ങനെയാണ് മുരിക്കൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുള്ള ഒരു ധ്യാനം കൂടി. അവിടെ വെച്ച് അയാൾക്ക് ഈ ദൈവനിഷേധത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളും ദൈവനിഷേധത്തിൻ്റെ ഗ്രന്ഥങ്ങളും വായിച്ചു കിട്ടിയ ഈ ദുർജ്ഞാനം, ദുഷ്ടനിൽ നിന്ന് വരുന്ന അറിവാണ് ദുർജ്ഞാനം. ജ്ഞാനം ദൈവത്തിൽ വരുന്നതാണ്. ദുഷ്ടനായ പിശാചിൽ നിന്നാണ് ദുർജ്ഞാനം വരുന്നത്. അതിൽ നിന്ന് അവന് മോചനം കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം അണക്കരയിൽ പോയൊരു ധ്യാനം കൂടി. അണക്കരയിൽ വെച്ച് ഇവൻ ഡൊമിനിക് വളമനാലിസിനെ കണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ അവസരത്തിൽ കുറിപ്പെഴുതി ഇങ്ങനെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛനൊന്ന് വായിച്ചു നോക്കി. അച്ഛൻ അത് കഴിഞ്ഞിട്ട് തലയിലേക്ക് കൈവെക്കാൻ ഇങ്ങനെ കര ഉയർത്തിപ്പിടിച്ച പക്ഷെ ഇവൻ വീണു. ആ വീഴ്ചയിൽ നിന്ന് അവൻ എഴുന്നേറ്റ്, അതായത് അപ്പോഴും പിടിച്ചവനെ അവിടെ കിടത്തി. ആ സ്ലെയിൻ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ഒരു നിദ്രാവസ്ഥയിൽ കുറേ സ്വർഗീയ ദർശനങ്ങൾ കണ്ടു. അരമണിക്കൂർ കഴിഞ്ഞാണ് കണ്ണു തുറന്ന് സുബോധാവസ്ഥയിലേക്ക് വരുന്നത്. മാനസാന്തരപ്പെട്ട ആ മകൻ അച്ഛനെ വീണ്ടും കണ്ട് പോകുന്നതിന് മുമ്പ് ഒന്നോട് പ്രാർത്ഥിക്കാൻ നിന്നു. അച്ഛൻ പറഞ്ഞു, വലിയൊരു പൈശാചിക ശക്തി നിന്നിലുണ്ടായിരുന്നു, അതാണ് ബഹിഷ്കരിക്കപ്പെട്ടത്. അവിശ്വാസത്തിൻ്റെ
ദൈവനിഷേധത്തിൻ്റെ കാരണമായ പൈശാചിക ബന്ധത്തിൽ മോചനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവന് വിശ്വാസിയായത്. പിന്നീട് വീണ്ടും ധ്യാനിക്കാൻ വേണ്ടി മുരുകൂര് വന്നു. അപ്പോഴേക്കും അവൻ നല്ല അഭിഷേകമുള്ള ആളായിട്ട് മാറി. വിവാഹാലോചന ഉണ്ടായിരുന്ന ആ സ്ത്രീ കാര്യമൊക്കെ നേരിട്ടറിഞ്ഞു. കാരണം ഇവർ രണ്ടുപേരും കൂടെ മാതാപിതാക്കളെ കൂടെ ഇവിടെ ധ്യാനിച്ചു. അടുത്ത മൂന്നാമത്തെ ധ്യാനത്തിൽ അവരെല്ലാവരും കൂടെ ധ്യാനിച്ചു. അവൻ്റെ ബൈബിൾ വായനയും പ്രാർത്ഥനയൊക്കെ അവൾ കണ്ട് ബോധ്യപ്പെട്ട് അവർ വിവാഹിതരായി. ഇപ്പോൾ അവർക്ക് 2 മക്കളുമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പിശാച് നമ്മിലേക്ക് വരാൻ കാരണമാകുന്ന പാപങ്ങൾ, ദൈവത്തെ നിഷേധിച്ചു, പിശാചിനെ സ്വീകരിച്ചു, അവൻ്റെ പ്രബോധനങ്ങളെ സ്വീകരിച്ചു, അവൻ്റെ സംവിധാനങ്ങളെ ആശ്രയിച്ചു, അവൻ്റെ സമ്മാനങ്ങളെ സ്വീകരിക്കുന്നു. പിശാച് ഇരുന്നൊന്നും വേണ്ടെന്ന് വെക്കണം. ദൈവം നൽകാത്തത്, ദൈവം ആശീർവദിക്കാത്ത, ദൈവം അനുവദിക്കാത്ത വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാലേ പാപത്തിനുള്ള മോചനം ഉണ്ടാകുകയുള്ളൂ. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, പാപത്തിൻ്റെ വിശദമായ മേഖലകളിലേക്ക് ഞങ്ങളൊക്കെ നയിക്കുകയായിരുന്നു. പാപത്തെ വെറുത്തുപേക്ഷിക്കാനും പരിശുദ്ധരായി മാറാനുമുള്ള ഒരു ആശീർവാദം അങ്ങ് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.